പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ കാത്തിരിക്കണം. അത് നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. യേശു പ്രാപിച്ചതുപോലെ. ഹല്ലേലൂയ. 4-1 വായിക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുപോയി. ആത്മാവ് അവനെ നടത്തി. എന്തിനാണ്? പിശാചിനെ പരീക്ഷിക്കപ്പെട്ടത്. 14 പറഞ്ഞു, after all the temptation has been successfully fulfilled, Jesus took victory over Satan and he went on to Galilee in the power of the Holy Spirit. എന്നിട്ട് വരാണ് ദരിദ്രന്മാർ ദുരിതമാണ് അവനെ അഭിഷേകിക്കാതെ അവന്റെ ആത്മാവിന് ദരിദ്രന്മാർക്ക് വിടുതല്, കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിക്കണം, പീഡിതന്മാരെ വിട്ടേക്കണം, യഹോവയുടെ പ്രസാദത്തെ പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. എന്നെ വിശ്വസിക്കാൻ ഞാൻ ചെയ്ത പ്രവൃത്തി യോഹന്നാൻ 14:12 ഞാൻ പിതാവിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. സഭയുടെ മര്യാദകളാണ്. സഭ മര്യാദകൾ ഞാൻ ഈ ക്യാപ്സ്യൂൾസ് പറഞ്ഞത് പോലെ എനിക്ക് ദിവസങ്ങളില്ലാത്തത് ഇതൊക്കെ ഇരുന്ന് വ്യാഖ്യാനിച്ച് പഠിച്ച് അതിൽ കൂടി ദൈവശക്തി വ്യാപരിക്കണം. ദൈവത്തിന്റെ പവർ വ്യാപരിക്കുന്നത് വചനത്തിൽ വേണം. വേറൊന്നുമല്ല, അതിന് വേറൊന്നും പോകണ്ട. ദൈവത്തിന്റെ വചനത്തിൽ കീഴ്പ്പെട്ട് അത് ധ്യാനിക്ക്. ഇറ്റ് വിൽ ദി ഹോളി സ്പിരിറ്റ് വിൽ മൂവ് ത്രൂ ദി വേർഡ്. അതിന് വേണ്ടി പരിശുദ്ധാത്മാവ് വരുന്നില്ല. പരിശുദ്ധാത്മാവിൽ അയക്കപ്പെട്ടിരിക്കുന്നത് ദൈവം അയച്ച കാര്യം സാധിപ്പിക്കാൻ വേണ്ടിയാണ്. അതെവിടെയാണ് അയച്ചിരിക്കുന്നത്? തന്റെ വചനം അയച്ചു. അപ്പൊ എന്നാണ് പരിശുദ്ധാത്മായിരിക്കുന്നത്? ആണല്ലോ. വചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 10:44 പറയുന്നുണ്ട്, വചനം കേട്ടവരുടെ മേലെ ആത്മാവ്. അപ്പൊ ആത്മാവ് അവരുടെ മാറ്റിയവരാണ്. വചനം കേൾക്കുന്നവരെ അനുസരിച്ചവരാണ്. ഹല്ലേലൂയ. ഇന്ന് ആർക്ക് വേണം അനുസരണം? ഒരു ഉപദേശി പ്രസംഗിക്കുന്നുണ്ട്, അദ്ദേഹം എന്നെ കൊണ്ട് നല്ല അദ്ദേഹമായിരിക്കും. പുള്ളി ഇങ്ങനെ ഓർമ്മയെന്നൊക്കെ പറഞ്ഞു തന്നെ അപ്പാണ്. അപ്പോഴത്തേന് അവിടെ ഐഫോൺ തപ്പാണ്. ഒരാൾ പ്രസംഗിച്ചു, ലക്ഷ്യമാണ്. എന്തോ ലക്ഷ്യം? ഉപദേശി എന്തുകൊണ്ട്? ഹി ഈസ് ദ ഗോഡ് ഓഫ് ലൈഫ്. ഇതിനകത്തെല്ലാം ഉണ്ട്. ഉപദേശിക്കത്തില്ല, ഗോഡ് ഓഫ് ലൈഫ് ഉണ്ട്. ഈശ്വരത്തിലാണ്. ലക്ഷ്യം ബാധിച്ച് ലക്ഷ്യന്റെ കാര്യം എന്താ നോക്കുന്നത്? ഉപദേശി ഇതിനകത്തുണ്ട്. എന്തുവാ? ഹി ഈസ് ദ ഗോഡ് ഓഫ് ലൈഫ്. ഓരോന്നും ഞെക്കിക്കൊണ്ടിരിക്കുക. ഉപദേശി പറഞ്ഞു എന്താണ്? ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് കരയ്ക്കാതിരിക്കുന്നത്? ഞരക്കുന്നത് എക്സ്പ്ലോഷൻ ഓഫ് നോളജ്, എക്സ്പെൻസ്, ഫെയ്ത്ത്. ഈ ഒരു സമൂഹത്തിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇനി വലിയ പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കാൻ മതി. ഇതെല്ലാം കണ്ണു തുറക്കണം. ദൈവം വേണമെങ്കിലും മുട്ടിക്കാം. തന്റെ കണ്ണ് തുറന്നിട്ട് വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം. ഈ എക്സ്പ്ലോഷൻ ഓഫ് നോളജ് നശിക്കാതെ, ദൈവത്തെ ചോദ്യം ചെയ്യാതെ, ദൈവത്തോട്ട് റീസൺ ചെയ്യാതെ, വിശ്വാസം എന്ന പ്രത്യേകമാണ് ആ സ്വർഗീയ പ്രതിമ. അത് ആ റിയാലിറ്റിയിലേക്ക് വരണം. അതില്ലാത്തതുകൊണ്ട് ഒന്നും നടക്കാത്തത്. വിശ്വാസത്യാഗം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേക ലക്ഷ്യം. എങ്ങനെ വിശ്വാസത്യാഗം ഇരിക്കുന്നത്? എക്സ്പ്ലോഷൻ ഓഫ് നോളജ്, എക്സ്പെൻസ്, ഫെയ്ത്ത്, മുഴുവൻ സംഗതിയുണ്ട്. അപ്പം വിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മളൊക്കെ പൊട്ടന്മാരാണ്. പറഞ്ഞ അതുപോലെ ആരാ പറഞ്ഞു? എന്ത് പറഞ്ഞെന്നുള്ള വിഷയമല്ല, എനിക്ക് എപ്പോഴും അറിയുന്നില്ല. പക്ഷെ ആരാ പറഞ്ഞത്? യേശു പറഞ്ഞതുകൊണ്ട് അതിന് മാറ്റമല്ല. വിശ്വസിച്ച് കഴിയുമ്പോൾ അതിന്റെ പവർ വ്യാപരിക്കും. അല്ല നീ കണക്ക് കൂട്ടിയിരിക്കത്തുള്ളൂ. യേശുവിനെയും ജീവിതമുണ്ട്. അതിനകത്തൊരു ചുക്കും ചുണ്ണാമ്പുമില്ല. പണ്ടത്തെ അപ്പോസ്തലന്മാർക്ക് എന്നോട് ഇരുന്നായിരുന്നു, ഇല്ലയോ? ട്രിറുമില്ല, ബ്രിറുമില്ല, ഒന്നുമില്ല. ബീഡിയുമില്ല, ഏടിയുമില്ല, സീഡിയുമില്ല. അവർക്ക് അഭിഷേകമുണ്ടായിരുന്നു. ഒരു അഭിഷിക്തന് മുമ്പിൽ പിശാച് കേൾക്കത്തില്ല. അവനാണ് ഉപദേശം. സ്വർഗീയ മർമ്മങ്ങളുടെ വെളിപ്പാട് അഭിഷിക്തനാണ്. ദൈവം അങ്ങോട്ട് വെളിപ്പെടുത്തി കൊടുത്ത് സ്ക്രീനിൽ കാണിക്കുന്നത് എനിക്കാണ് കിട്ടുന്നത്. TV സ്ക്രീനിൽ കാണുന്നവർ ദൈവം വെളിപ്പെടുത്തി തരും. എന്നുണ്ടെങ്കിൽ അഭിഷേകമുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ. ആ എഫേസിൽ എങ്ങനെ 1-ാം അധ്യായം 13 ഒരു കീപ്പോട്ട് കാണാൻ പിടിക്കണം. അതിനകത്ത് സഭ കയറി വരുന്ന സമയമുണ്ട്. ഒരാൾ സഭയിൽ കയറി ദൈവസഭ കയറി വരുന്ന ഒരു സമയമുണ്ട്. അതിനു മുമ്പ് ക്രൈസ്റ്റ് കമ്മിങ് ദ പിക്ചർ. അവിടെ തന്നെ ക്രിസ്തുവിനും വ്യാപരിച്ചിട്ട് പിന്നെ അതിന്റെ സഭയിൽ എല്ലാവരും നടക്കുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കും. അപ്പൊ സഭയിൽ വരുന്നതിന് മുമ്പ് ക്രൈസ്റ്റ് കംസ് ടു ദ പിക്ചർ. പക്ഷെ ക്രിസ്തുവിലാകണമെങ്കിൽ അതിന്റെ മുമ്പ് കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയ്ക്കായുമുള്ള ഹല്ലേലൂയ സുവിശേഷമുള്ള സത്യവചനം, നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയ്ക്കായുമുള്ള സുവിശേഷമെന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ട് ആദ്യം എന്ത് ചെയ്യണം? പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. സുവിശേഷം നിങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് പുത്രനെ അനുസരിക്കാത്ത ജീവനെ കാണുകയില്ല. ദൈവത്തിന്റെ ക്രോധം അവനിൽ വസിക്കുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസി ആരാണ്?
അവനാണ്, അല്ലാത്തൊരു പോക്കാന്ന്. പുത്രന് വിശുദ്ധ ജീവനുണ്ട്, അനുസരിക്കാൻ ജീവനെ കാണത്തില്ല. അവന് എന്തുകൊണ്ട് നീ കേട്ടിട്ടും വിശ്വസിക്കാത്തതുകൊണ്ട്. പത്രോസിന്റെ 2 പത്രോസ് 1-ാം ലേഖനം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാ വരുന്നത്? ദൈവത്തിന്റെ സുവിശേഷം ദൈവത്തെ അറിഞ്ഞവർക്കും അവന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം ചെയ്യുന്ന അഗ്നിജ്വാല വെളിപ്പെടും. കേട്ടിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്ന തന്നെ വരാമോന്ന് എന്തുവാ? ഭയങ്കര ക്രോധം വരും. നിങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ട് എങ്ങനെ പറഞ്ഞറിയാം? ഇപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പിതാവുമായ കർത്താവായ യേശുക്രിസ്തു മഹത്വമായവൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവും മഹത്വമായവൻ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിനും. അപ്പൊ എന്താ വേണം? റെവലേഷൻ വേണം. എന്ത് ചെയ്യണം? വീണ്ടും. അതുകൊണ്ട് യേശുക്രിസ്തു അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർ 3:3 പറയുന്നുണ്ട്, എനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ഒരു മർമ്മം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മം അതെനിക്ക് വെളിപ്പെട്ട് കിട്ടി. അത് വാസ്തവത്തിലേക്ക് ജാതികൾ കയറി വരുന്ന അത് പ്രസംഗിക്കുകയാണ്. അപ്പൊ ഇതിനെന്തോ സംഭവിക്കുന്നത്? കൊലോസ്യ ലേഖനം 4:3-4 പറയുന്നുണ്ട്, എനിക്ക് ബന്ധനകാരണമായിരുന്ന ക്രിസ്തുവിന്റെ മർമ്മം, എനിക്ക് ബന്ധനകാരണമായിരിക്കുന്ന ക്രിസ്തുവിന്റെ മർമ്മം ഞാൻ പ്രസ്താവിക്കേണ്ടതിന് വായു തുറക്കും. എന്ത് ചെയ്യണം? ചെയ്യാം. വചനത്തിന്റെ എന്ത് ചെയ്യണം? വാതിൽ തുറക്കണം. അത് സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തേണ്ടത്. ഈ വേർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സംസാരിക്കേണ്ടത് സംസാരിക്കാനല്ല. He has to bring the revelation of the mystery. അത് അറിവുകൾ നടക്കുന്നില്ല. അതിന്റെ ധാരയിൽ ആത്മാവ് അറിഞ്ഞുവെന്ന് വ്യാഖ്യാനിക്കണം. കാലഘട്ടമനുസരിച്ച് ദൈവത്തിന്റെ വചനത്തെ വിവേചിക്കണം. നമ്മുടെ ഓൺ കോണ്ടക്സ്റ്റില് ഈ പറഞ്ഞിരിക്കുന്ന വചനം റിലവന്റ് ആക്കി തരണം. ഇതൊക്കെ ആരെയും അറിയാമോ? ഇറങ്ങി വരണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവനാൽ പ്രാപിച്ച് അഭിഷേകം നിങ്ങൾ എത്തിക്കുന്നു. 1 യോഹന്നാൻ 2:27. ആ അഭിഷേകം നിങ്ങൾ ഉപേക്ഷിക്കാൻ ചെയ്യും. അത് സത്യമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഉപദേശത്തിൽ വസിക്കണം. ഞാൻ പിന്നെ വിഷയത്തിലേക്ക് വരാം. കാര്യപ്രസക്തമായ കാര്യം ഇതാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പിതാവ് മഹത്വമായവൻ തന്നെ കുറിച്ചുള്ള പരിജ്ഞാനം. നോളജ് കംസ് ഫസ്റ്റ്, then comes wisdom. അപ്പൊ ഈ നോളജ് വിസ്ഡത്തെ ആക്കി തരുന്ന ആരാണ്? അറിവിനെ ജ്ഞാനമാക്കി തരുന്ന ആരാണ്? The Holy Spirit opens the mystery. അങ്ങനെ വരുന്നേ. അപ്പൊ ഈ അഭിഷേകം ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഗ്രഹിക്കാൻ കഴിയും. ഈ പുസ്തകം എഴുതിയ ആരാണ്? അപ്പൊ എങ്ങനെ എഴുതിയത്? അന്ന് ഇത് വ്യാഖ്യാനിക്കേണ്ട ആരാ? കാരണം ഇതങ്ങ് കിടക്കുകയാണ് ആദ്യം മുതൽ അന്തം വരെ, ആൽഫയും ഒമേഗയും. നമ്മുടെ ഒരു ഹ്രസ്വമായ ഒരു കൊച്ചു കാലഘട്ടത്തില് ഈ വലിയ വചനത്തിന്റെ പ്രസക്തി നമുക്ക് വെളിപ്പെടുത്തണമെങ്കിൽ എന്താ ഇതിൽ കൂടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ അഭിഷേകമാണ് വലുത്. അതിലേക്ക് വരാൻ പോകുന്നത് എനിക്ക് അഭിഷേകത്തെ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതിലെല്ലാം കടന്നു വന്ന് വ്യാപരിക്കാൻ വരുന്നത് നിങ്ങളുടെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകും. anointing will begin to explode. That is going to really change your life. Powerful ആക്കും. ഓഫീസിലെ സമയം കുറച്ചിട്ട് നോക്കുന്നു, വചനം കുറിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകത്തിന് ശക്തി നിറയണം. ഇനി അതിന്റെ സമയമുണ്ട് കേട്ടോ, അല്ല ഒന്നുമില്ല. അപ്പൊ ജ്ഞാനത്തിന്റെയും വെളിപ്പാട് ആത്മാവ് തരണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. Any knowledge will give you an understanding. And that understanding need not be, the true understanding. It need not be the wholesome understanding. അത് പാർഷ്യലായിരിക്കാം, തെറ്റായിരിക്കാം. But that is an understanding. അത് ഒരിക്കലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ രൂപം കിട്ടത്തില്ല. ഞാൻ ഉദാഹരണം പറയാം. 4 കണ്ണുപൊട്ടന്മാർക്ക് ആനയെ സാധിക്കാം. They want to see how elephant is. ആദ്യം ഒരു ആന കണ്ടു 4 പേരുണ്ട്. ആദ്യം ഒരാൾ തുമ്പിക്കൈ പിടിക്കും, വേറൊരുത്തൻ കാരൊക്കെ പിടിക്കും, വേറൊരുത്തൻ വാലെ പിടിക്കും, ഒരുത്തൻ ദേഹത്ത് പിടിക്കും. 3 പേര് റിപ്പോർട്ട് ചെയ്യാണ്. എലിഫന്റ് he just like എന്താണ് ഒരു പൈപ്പ് പോലെ ഇരിക്കുന്നു. ഈ കറക്റ്റ് ഞാൻ തൊട്ടതല്ലേ, ഇത് ചിലക്ക് ബ്രൂം ദൂരമാണ് നിന്റെ വാല ഞാൻ തൊട്ടില്ലേ, ഇതിലേക്ക് മൗണ്ടൻ ഞാൻ തൊട്ടതാ. ഇതെല്ലാം ശരിയല്ലേ? ദാറ്റ്സ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. ബട്ട് ദാറ്റ്സ് നോട്ട് എ ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നമ്മുടെ അറിവുകളെല്ലാം ഇറ്റ് ഈസ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. അതനുസരിച്ച് നമുക്ക് ദൈവത്തെയോ ദൈവപ്രവൃത്തിയോ കാണാം. അതാണ് തിയോളജി. എന്തെങ്കിലും ഒരു കോണുമാറി പിടിച്ചിട്ട് അതാണ് നിങ്ങൾ സ്ഥാപിക്കും, വേറെ ഒന്നിനും സ്ഥാനമില്ല. പക്ഷെ പരിശുദ്ധാത്മ വരുന്നത് ഈ ചെറിയ അറിവിനെ ഓപ്പൺ ചെയ്യും. നമ്മുടെ ചെറിയ അറിവ് അബ്രഹാമിലേക്ക് വെളിപ്പാട്.
യഥാർത്ഥത്തിൽ അബ്രഹാം എന്ത് ചെയ്ത്? എബ്രായർ 11 വായിച്ചു നോക്കണം. ദൈവം ശക്തിയാൽ നിർമ്മിച്ച അബ്രഹാമിന് കിട്ടിയ ഒരു ചെറിയ നോളജ്, ദൈവത്തെ കുറിച്ചും ദൈവത്തിനുള്ള ചെറിയ നോളജ്, അതിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ he got the revelation into eternity. അഭിനയത്തിന്റെ വെളിപ്പാട്. അതുകൊണ്ട് പുള്ളി അവിടുന്ന് പണിയാൻ പോയില്ല. യാഗപീഠം പണിതു പ്രധാനം. അതിന് ചുറ്റും കൂടാരം പണി ജീവിച്ചു. ഇസ്രായേൽ ആ രാജ്യത്തിന്റെ പ്രത്യേകത അവരുടെ ആലയമാണ്. അബ്രഹാം പറഞ്ഞത് എങ്ങനെ തുടങ്ങി? അബ്രഹാം യാഗപീഠമാണ് ആ ജഗത്തിന്റെ ശക്തി. ഇസ്രായേൽ നേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പവർ സിനഗോഗ് ചർച്ചാണ്. അത് പോയി പോയി അത് ആദ്യം വന്ന ഇടിച്ചു കേട്ടോ. പിന്നാണ് എന്നെ ചെതറിച്ചത്. അങ്ങനെ ഒരു രാജ്യമുണ്ട്. കാരണം അബ്രഹാമിന്റെ വിശ്വാസം അത് എറ്റേണിറ്റിയായിരുന്നു. പരിശുദ്ധാത്മാവ് കൊടുക്കുമ്പോൾ വലിയ വെളിപ്പാട് കൊടുത്തു. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ഒരുപോലെ അബ്രഹാം വിശ്വാസികളെ. ബാക്കി എല്ലാവരും പഴയ മോശ വരെ പഴയ നിയമം തീർന്നു. എന്നാൽ പഴയ നിയമത്തിലുള്ള മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ സ്വർഗീയ വെളിപ്പാടാണ് എന്ത് ചെയ്തു പുതിയ നിയമത്തിലും നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ പിതാവായി നിൽക്കാൻ കാരണമായത്. അതിൽ കൂടി അതുകൊണ്ടാണ് ദൈവോത്തര യേശുക്രിസ്തു ആ പരമ്പരയിൽ കയറി വന്നു. ഇതിനകത്തൊക്കെ വലിയ ദൈവത്തിന്റെ ഭയങ്കര പദ്ധതികളുണ്ട്. കണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതുകൊണ്ടാണ് ഇരിക്കാൻ നമുക്ക് ആത്മാവ് കൊണ്ട് വ്യാഖ്യാനിക്കും. അപ്പോൾ നോളജ് കൊണ്ട് കാര്യമില്ല. അതിൽ ആത്മാവ് വ്യാപരിക്കുമ്പോൾ ഇറ്റ് വിൽ ടേൺ ടു ബി വിസ്ഡം. വിസ്ഡം വന്നു കഴിഞ്ഞാൽ യു ഗെറ്റ് ദ റെവലേഷൻ. വെളിപ്പാട് ഉണ്ടാകും. ദാറ്റ് റെവലേഷൻ ഈസ് ഗോയിങ് ടു ഓപ്പൺ യുവർ ഇൻവേർഡ് ഐ. നമ്മുടെ ആത്മാവിന്റെ കണ്ണു തുറക്കുന്ന എന്താണെന്നറിയാമോ? റെവലേഷൻ. അതുകൊണ്ട് ധൈര്യമായിട്ട് പ്രത്യേകിക്കുന്നു. അറിവൊന്നും ഇല്ലെന്നേ. ഇതൊക്കെ ഇങ്ങനെ ദൈവത്തിൽ കാണുമ്പോൾ പറയുകയാണ്, ഇതെല്ലാം കാണിക്കുകയാണ്. അല്ലേ? അതുകൊണ്ടല്ലേ ഇവിടെയൊക്കെ ഓടുന്നത്. പ്രസംഗിക്കാൻ കഴിവുണ്ടാകുന്നതല്ല. ദൈവത്തിന്റെ ആത്മാവ് ചുരുളടിക്കുന്ന പോലെ വചനത്തിന്റെ മർമ്മങ്ങൾ അങ്ങോട്ട് വെളിപ്പെടുത്തുന്ന പോലെ നമുക്ക് നിൽക്കാനൊക്കെ ഹാലളിയ. അതുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അത് സ്വർഗത്തിൽ ഇറങ്ങി വന്ന ഗോവാനിയാണ്. അതേപോലെ ചവിട്ടി കയറെ സ്വർഗത്തിൽ ചെല്ലാം. അവിടെ എന്തെല്ലാം ഉണ്ട്. കൊണ്ടുവരാൻ വേണ്ടി നമ്മളിലേക്കാണ് പകരപ്പെട്ടിരിക്കുന്നത്. അത് കൂടി അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. ഹാലളിയ. എന്നിട്ടാണ് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വെളിയാലുള്ള ആശയില്ലത്. എന്തിനാ വിളിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. നമ്മളെ എന്തിനാ വിളിച്ചതെന്ന് ആർക്കും അറിയില്ല. പത്രോസിന്റെ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 10 ഇങ്ങനെ വായിക്കുന്നത്. അതിൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ തെരഞ്ഞെടുപ്പുള്ള എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? അധികം ഉറപ്പുള്ളവരായിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്താല് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നിത്യരാജ്യത്തിലുള്ള പ്രവേശനം അധികമായി പ്രാപിക്കും. അപ്പൊ നിത്യരാജ്യത്തിലുള്ള പ്രവേശനം എന്താ ചെയ്യണം? നമ്മുടെ വിളിയെയും there's a bottom varnam, and he has to be always positioned where he is called. അതാണ് എസ്കാലേഷൻ. യേശുവിൽ ഇരിക്കാനുണ്ടല്ലോ. അത് വചനമാണ്. അതിൽ കൂടി കയറി അങ്ങ് പോകാം. ഹല്ലേലൂയ. പിന്നെന്തോ അവന്റെ വിളിയാശയെന്നും വിശുദ്ധന്മാരുടെ അവകാശത്തിന് മഹിമാതന വിനോദു എന്താ ആദിക്കാനൊന്നും അറിയാൻ വയ്യ. ഈ വിശ്വാസം എന്താ ആദിക്കാൻ അങ്ങനെ സ്വർഗത്തിൽ കാണുന്നതെന്നും അറിയാം. പറയുന്നുണ്ട്. ഹാലേ 1-2 Corinthians 4-ാം അധ്യായത്തിന്റെ 16-17 ഇങ്ങനെ പറയുന്നുണ്ട്. ഹാലളിയ. അതുകൊണ്ട് നിങ്ങളെ ധൈര്യപ്പെടാതെ നിങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമേയുള്ളവൻ നാൾക്കുനാൾ ബലം പ്രാപിക്കും. ഹാലളിയ. ഇന്നോട്ട് നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഘനം നമുക്ക് ലഭിക്കാൻ ഇടയാക്കും. ഇതാണ് മഹിമാവനം. എന്താ അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഘനം. എന്നാവോ നിത്യഘനം? അത്യന്തം അനവധി. നമുക്കൊന്നും അറിയാൻ കഴിയാത്തത് തേജസ്സിന്റെ മഹത്വം വെളിപ്പെടും. അതുകൊണ്ട് കാണുന്നതിനെ അല്ല, കാണാത്തതിനെത്ര കാത്തിരിക്കുന്നത്. കാണുന്നത് താൽക്കാര്യം, കാണാത്തതോ അതിനുള്ള കാത്തിരിപ്പ് വരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഭാഗ്യമായി എന്നതെന്നും അവന്റെ ബലത്തിൽ നല്ല ഭക്തത്തിൽ വ്യാപരിക്കുന്ന വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. That is where the Holy Spirit moves. The church of the person. എന്ത് ചെയ്തു? ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ ക്രിസ്തുവിൽ വ്യാപരിച്ചു. Now Christ comes on the model. അവിടെയാണ് യേശു ക്രിസ്തു വരുന്നത്. ആ ക്രിസ്തുവിൽ കൂടിയാണ് നമ്മുടെ ഇവിടെ സഭയിലേക്ക് വരുന്നത്. സഭ സർവ്വ സകലത്തെയും നിറയ്ക്കുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു സകല അധികാരങ്ങളും. അങ്ങനെ വന്നാൽ സഭ എന്തായിരിക്കും? എന്തൊരു പവറാണ്. അധികം പേര് വേണ്ടാന്ന് ഇങ്ങനെ സഭയായി തീരുമോ? ഈ സഭ ഇങ്ങനെ ആയി തീരുമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാലെ ശക്തിയോടെ നമ്മള് മൂവ് ചെയ്യുന്ന ഒരനുഭവത്തിലേക്ക്
പറഞ്ഞത്. എന്റെ പ്രസംഗിച്ചൊന്നും കയറിയില്ല കേട്ടോ. ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങളുണ്ട്. സമയമുള്ളതുപോലെ എത്ര ദിവസം പറയാം. ഒരു 10 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഓർക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കണ്ടില്ല, എനിക്ക് നന്ദി. അതാ കുഴപ്പം. ഹല്ലേലൂയ. പക്ഷെ എനിക്കൊരു ഗുണമുണ്ട്. നിങ്ങൾ വന്നാലും വന്നില്ലേലും ഞാൻ യേശുവിനോട് ഇരിക്കാം. അതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കാം, കൂടെ ഇരിക്കണം. അപ്പൊ വേറെ പൊസിഷൻ യേശു പറഞ്ഞു, ശിഷ്യനാണെങ്കിൽ എന്ത് ചെയ്യണം? വർക്കൗത്തിന് ശേഷം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, തന്നോടുകൂടെ ഇരിപ്പാനും. ഹല്ലേലൂയ. എന്തിനാ ആദ്യം വിളിച്ച ശിഷ്യനെ വിളിച്ചതിന് വേണ്ടിയാണ്. To be with him always. അപ്പൊ നമ്മുടെ പൊസിഷൻ എവിടെയാണ്? ശിഷ്യനാണെങ്കിൽ, വാക്തങ്ങൾക്ക് അവകാശിയാണെങ്കിൽ നാം എവിടെ ഇരിക്കണം? We have to be with Christ all the time. ക്രിസ്തുവിനോടുകൂടി ഇരിക്കണം. അവിടെയാണ് ദൈവം അവിടുന്ന് പ്രസംഗിക്കാൻ അവനയക്കും. കർത്താവായിരിക്കണം പ്രസംഗിക്കാൻ. കർത്താവ് അയച്ചാൽ ഒരു ദൂതുണ്ട്. ചുമ്മാ കിടന്ന് അവിടെ കഴിയുമ്പോൾ കാര്യമൊന്നുമില്ല, റെഫറൻസ് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, വലിയ തിയോളജി കൊണ്ട് കാര്യമൊന്നുമില്ല. അത് കേൾക്കുന്നവരെ മനസ്സിലാകാത്ത ഭാഷയെ പറഞ്ഞ് അതിന്റെ കാര്യങ്ങളൊന്നുമില്ല. പരിശുദ്ധാത്മാവ് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തീ കത്തും. ഇല്ലയോ? കർത്താവ് അയക്കുമെങ്കിൽ ഒരു ദൂതുണ്ട്. ആ ദൂതിനൊരു അധികാരമുണ്ട്, ഒരഭിഷേകമുണ്ട്. അതുകൊണ്ട് മൂവിയും ഒരു നിയോഗമുണ്ട്. അവിടെ ചെന്നാൽ കെട്ടപ്പെട്ട കരുതെ പിടിച്ചാൽ നിങ്ങൾ പോരാൻ പറയും. ഭക്തന്മാരെ വിളിവിക്കാൻ, ഉരുണ്ടുമാർ കാറ്റ് പ്രസംഗിക്കാൻ, പ്രസാദവർഷം കൊല്ലിപ്പാൻ, ഇതൊക്കെ ഉണ്ടാകുമല്ലോ. പിന്നെയാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അതുകൊണ്ട് വേറെ യേശുവിനോട് കൂടെ നാളെ കൈമായത് നാളെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന്റെ അടുത്ത ദിവസം നമുക്ക് ദൈവം വെച്ചാൽ ഒരു വലിയ പ്രാർത്ഥനയോട് കൂടിയ എങ്ങനെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ പോകുമ്പോൾ സമയം കുറിച്ച് ഈ പ്രാർത്ഥിക്കുന്നു അവസാനിപ്പിക്കുക. ഏതായാലും വിശ്വാസം ഐഡിയ വേറെ called to be always with Jesus. അവൻ നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണാം. അങ്ങനെയെങ്കിൽ മനുഷ്യനെ ദൈവമാക്കിയത് പ്രശ്നമാണ്. അതാണ് ഈയെടുത്ത് ഇനി എന്ത് ചെയ്തു? അവിടെയാക്കി മനുഷ്യനെ ദൈവം അവിടെയാക്കി. ഹല്ലേലൂയ. അത് മനുഷ്യനെ ദൈവം അവിടെയാക്കി. അവിടെ നീ എവിടെ? നിന്റെ പൊസിഷൻ. ഹല്ലേലൂയ. 2, സഭയ്ക്ക് ഇരിക്കാൻ ഒരു സ്ഥാനമുണ്ട്, വിശ്വാസിക്ക് ഇരിക്കാൻ ഒരു സ്ഥാനമുണ്ട്. ലോകത്തിന്റെ കുറയല്ല, നമുക്ക് ഇരിക്കാൻ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അത് നമ്മുടെ ആ തുല്യമാകുന്ന പദവിക്കനുസരിച്ച് വ്യത്യസ്തരായ ഒരു മനുഷ്യനായിട്ട് ഒരു ശുദ്ധാത്മാവ് നടത്തപ്പെടുന്നതായി നമുക്ക് ജീവിക്കുവാനും അനുവർത്തിക്കാനും ഒരു നിലവാരമുണ്ട്. അതിനപ്പുറം പോകരുത്. ഹല്ലേലൂയ. ലോക മനുഷ്യനെ നമ്മളെ കാണരുത്. We are a different people, a kingdom people. അവയ്ക്കൊരു സ്ഥാനമുണ്ട്. എവിടെയാണെന്നറിയാമോ? ഞാൻ ഇരിക്കുന്നത് നിങ്ങളെ അവിടെ സ്വർഗത്തിലൊരൊറ്റ സ്ഥാനം സഭയ്ക്ക് വെച്ചിട്ടുണ്ട്. വേറെ എവിടെയെങ്കിലും കല്ലിപ്പിടിച്ച് കയറാൻ ആരും ആഗ്രഹിക്കണ്ട. അതിന് നമ്മളെ യോഗ്യരാക്കണം. അതാണ് പരിശുദ്ധാത്മ പണിയുന്നത്. അവിടെ അല്ലാതെ വേറൊരു സ്ഥാനം സഭയ്ക്കില്ല. സഭയാണെങ്കിൽ അവിടെ ഇരിക്കാൻ വേണ്ടി വിളിച്ചു, അതാ നമ്മുടെ വിളി തെരഞ്ഞെടുക്കും. അവിടെ ഇരിക്കണമെങ്കിൽ അവൻ നടന്നതുപോലെ നടക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളിൽ പ്രൊവോക്ക് എന്നിട്ട് ശരിക്കും ഈ ദിവസങ്ങളിലെ കർത്താവിലങ്ങ് റീപൊസിഷൻ ചെയ്യാൻ പ്രാർത്ഥിക്കാം. Then we have a long way to go. ഫാസ്റ്റ് ആയിട്ട് ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ഭയങ്കര ഒരു വിസ്ഫോടനാത്മാവ് ആത്മപ്രവൃത്തിക്ക് വേണ്ടി സഭയെ മടക്കി വരുന്നുണ്ട്. ഭയങ്കര ഉണർന്നു വരുന്നു. അതോടുകൂടി ജാതികളുടെ പൂർണ്ണസംഖ്യ ചെയ്ത് സഭ മുഖാന്തരം ആദ്യം സഭ വെളിപ്പെടും. അത് കഴിയുമ്പോൾ കർത്താവിന്റെ ഭാഗമായിട്ട് വെളിപ്പെടും. സഭ പോകും. പിന്നെ അവസാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നിങ്ങൾ അനുഗ്രഹിക്കും. തുടർന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് ചിന്തിച്ച് നാളത്തേക്ക് തയ്യാറായ ദൈവം അനുഗ്രഹിക്കും. താങ്ക് യു.